അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖുർആൻ ഊതി ചരടിലോ ഏലസിലോ ഒക്കെ മന്ത്രിച്ച് കെട്ടുന്നത് അനുവദനീയമാണോ? ഇസ്ലാം ഒരിക്കലും ഖുർആൻ ഊതി മന്ത്രിച്ച് കെട്ടാൻ പറഞ്ഞിട്ടില്ല. ഫലഖ്, നാസ്, ഇഖ്ലാസ് തുടങ്ങിയ സൂറത്തുകൾ ഓതി കയ്യിലൂതി ശരീരത്തിൽ തടവാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് സ്ഥിരപ്പെട്ട പ്രമാണങ്ങളുമുണ്ട്. എന്നാൽ ഇതേപോലെയുള്ള സൂറത്തുകളൊക്കെ നൂലിലോ ചരടിലോ ഏലസിലോ ഒക്കെ കെട്ടുക, ഖുർആന്റെ വാചകങ്ങൾ എഴുതി ശരീരത്തിൽ ബന്ധിക്കുക, ഇതിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പിൻബലമില്ല. മാത്രമല്ല, ശരീരത്തിൽ നൂല്, ഏലസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കെട്ടുന്നത് ഇസ്ലാം കണിശമായി വിലക്കിയിട്ടുണ്ട്. അത് ഖുർആൻ ഓതുന്ന മുസ്ലിയാർ ഓതിയാലും ഉസ്താദ് ഓതിയാലും മൗലവി ഓതിയാലും ആരോതിയാലും തെറ്റ് തന്നെയാണ്. കാരണം ഹദീസിലുള്ളത് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅലക ഷൈഅൻ, എന്തെങ്കിലും നമ്മൾ ശരീരത്തിൽ ബന്ധിച്ചാൽ നമ്മുടെ തവക്കുൽ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഉക്കില ഇലൈഹി ഔ അലൈഹി, നമ്മൾ എന്തിലാണോ ബന്ധിക്കുന്നത് അതിലാണ് നമ്മൾ തവക്കുലാക്കുക. അപ്പോൾ നൂല്, ഏലസ്, ഐക്കൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ കെട്ടിയെന്ന് കരുതുക. അത് ഖുർആൻ ഊതി കെട്ടിയതാണെങ്കിലും ശരി, തവക്കുലാക്കപ്പെടുന്നത് ആ നൂലിൻ്റെ മേലായി പോകും. ആ നൂലിൻ്റെ മേലായി പോകും തവക്കുൽ. അതുകൊണ്ട് ഒരിക്കലും നൂലിലും ഏലസിലും ഒന്നും കെട്ടി നമ്മൾ എന്ത് ചെയ്യരുത്, ശരീരത്തിൽ ബന്ധിക്കാൻ പാടില്ല. മാത്രമല്ല, മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുക വതമാഇമ വതിബലത ശിർകുൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്ന തിബിലത്ത് എന്ന ഏർപ്പാടും അതേപോലെ തന്നെ ഏലസുകളും അതേപോലെ തന്നെ മന്ത്രവാദങ്ങളും അത് ഷിർക്കാണ് എന്നാണ്. മാത്രമല്ല, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ ഖതഅ തമീമത്തൻ, ഒരു ഏലസ് ഒരാൾ മുറിച്ചു കളഞ്ഞാൽ, മൻ ഖതഅ തമീമത്തൻ മിനൽ ഇൻസാനി കാന കഅദ്ലി റഖബ, ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അത്രയും വലിയ കർമ്മമാണ് ഏലസ് മുറിച്ചു കളയൽ എന്നാണ്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം, കാനു യക്റഹൂന തമാഇമ കുല്ലഹ, മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ എല്ലാ ഏലസുകളെയും വെറുത്തിരുന്നു. മിനൽ ഖുർആനി വഗൈരിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നൂല് കെട്ടിയാലും ഏലസ് കെട്ടിയാലും ഖുർആൻ അല്ലാതെ ചെയ്താലും ഇതൊക്കെ ഈ തമാഇമുകളെ എല്ലാം വെറുത്തിരുന്നു എന്നാണ്. അതുകൊണ്ട് ഖുർആൻ ഓതി കെട്ടിയാൽ ഹലാൽ എന്നൊരു ചിന്ത വേണ്ട. ഖുർആൻ ഓതി കെട്ടിയാലും പാടില്ല. നമ്മുടെ തവക്കുൽ മാറിപ്പോകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. നൂല് ഏലസുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളൊക്കെ അത് മുറിച്ചു കളയാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഹദീസുകളാണ്. ഖുർആൻ ഓതി കെട്ടിയാലും അല്ലാതെ കെട്ടിയാലും അങ്ങനെ നൂലും ഏലസും ഐക്കലും കെട്ടാൻ വിശ്വാസിക്ക് പാടില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.